നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്കൊക്കെ വിജയിക്കാൻ പറ്റുന്നുണ്ട്, ഇവരെല്ലാം വിജയിക്കുന്നുണ്ട്. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അവർ അതേ നേതാക്കൾ തോൽക്കുന്നു. ഇത്തവണ കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി, അത് കഴിഞ്ഞ തവണയും കോൺഗ്രസ് പരീക്ഷിച്ച തന്ത്രമാണ്, പരീക്ഷിച്ച് പരാജയപ്പെട്ട തന്ത്രമാണ്. എല്ലാ സീനിയർ നേതാക്കളോടും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പറയുകയാണ്. കാരണം എന്താണ്? ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസിന് കിട്ടാവുന്ന സീറ്റുകൾ അത് വളരെ നാമമാത്രമാണ്, അത് പരമാവധി കൂട്ടുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. അവർക്ക് നിയമസഭയിലേക്കാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, ലോക്സഭയിലേക്കാണെങ്കിൽ അവർക്ക് പറ്റില്ല. കാരണം എന്താണ്? അവർ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഫേസിന്റെ കീഴിലാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. മറിച്ച് BJPയുടെ വെറും ഡൂക്കിലി നേതാക്കൾ, അതായത് നമ്മൾ പേര് പോലും കുറ്റിച്ചൂൽ സ്ഥാനാർത്ഥികൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ പോലും മോദിയുടെ പേരിൽ അവർ മത്സരിക്കുമ്പോൾ അവർ ജയിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം. ഈ കോൺഗ്രസിന്റെ നേതൃത്വം, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു റിസൾട്ട് നമ്മൾ നോക്കിയാൽ മതി. കഴിഞ്ഞ തവണ കോൺഗ്രസും BJPയുമായിട്ട് നേരിട്ട് മത്സരം നടന്ന 186 സീറ്റിൽ 174 സീറ്റിൽ BJPയാണ് ജയിച്ചത്, 12 സീറ്റാണ് കോൺഗ്രസ് ജയിച്ചത്. അതെന്താണ് നമ്മളോട് പറയുന്നത്? അതായത് കോൺഗ്രസ് കഴിഞ്ഞ തവണ 52 സീറ്റാണ് ജയിച്ചത്, BJPക്ക് 303 സീറ്റ് കിട്ടി, കോൺഗ്രസിന് 52 കിട്ടി. ആ 52-ൽ 40 സീറ്റുകളും കേരളത്തിലും പഞ്ചാബിലും തമിഴ്നാട്ടിലും ബംഗാളിൽ 2 സീറ്റ് കിട്ടി. അതുപോലെ റീജിയണൽ പ്രാദേശിക പാർട്ടികളോട് മത്സരിച്ച് ജയിക്കുന്ന സീറ്റുകളാണ്. മറ്റ് 12 സീറ്റുകളാണ് BJPയോട് നേരിട്ട് ഏറ്റുമുട്ടി ജയിച്ച സീറ്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രശ്നം നേതൃത്വത്തിൻ്റെയാണ്. രാഹുൽ ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ ഫേസ് ആയിട്ട് വരുമ്പോൾ നരേന്ദ്രമോദിയോട് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റിലെങ്കിലും കോൺഗ്രസിന് ഈ ഒരു പ്രശ്നം തന്നെയാണ് ആത്യന്തികമായ പ്രശ്നം. നമ്മൾ കേരളത്തിലിരുന്ന് രാഹുൽ ഗാന്ധിയെ കാണുന്നത് വേറൊരു തരത്തിലാണ്, ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ കാണുന്നത് വേറൊരു തരത്തിലാണ്. ഇവിടെ രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹം വളരെ കംഫർട്ടബിൾ ആണ്, അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, അദ്ദേഹം പ്യാർ കി ദുക്കാൻ മൊഹബത്ത് കി ദുക്കാൻ തുടങ്ങുന്ന കാര്യം പറയുന്നു. ഇവിടെ എല്ലാവർക്കും അത് നല്ല താല്പര്യവുമുള്ള കാര്യമാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്ന ഹിന്ദി അവിടെ ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നതൊന്ന്, അദ്ദേഹം പറയുന്നത് മറ്റൊന്ന്, ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് മറ്റൊന്ന് എന്ന തരത്തിൽ ഈ അവാർഡ് സിനിമയൊക്കെ പോലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളായി പോകുന്നു. പിന്നെ അദ്ദേഹം ഈ കുറെ നാളായിട്ട് ഭാരത് ജോഡോ യാത്ര നടത്തുന്നുണ്ട്. അദ്ദേഹം കടന്നു പോകുന്ന ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ നേതാക്കൾ പിരിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ സർക്കാരുകൾ വീഴുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. മധ്യപ്രദേശിലേക്ക് അദ്ദേഹം എത്താൻ പോകുന്നതേ ഉള്ളൂ, മഹാരാഷ്ട്രയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുമില്ല. ഈ ന്യായ് യാത്ര അവസാനിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. അവിടെ അശോക് ചവാൻ ഇപ്പോൾ പോകുന്നു. ഇത് ഒരു വശം. രണ്ടാമത്തെ ഒരു വശം കൂടി പറയാം. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി സർവേ വന്നു. അതിൽ BJPക്ക് ഭയങ്കര അപ്രമാദിത്വമാണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ അവർ ഇപ്പോഴും കോൺഗ്രസിന്റെ മഹാവികാസ് അഘാഡിയുടെ പുറകിലാണ്. അപ്പോൾ 26 സീറ്റാണ് അവിടെ മഹാവികാസ് അഘാഡിക്ക്. കോൺഗ്രസ്, ശിവസേന, ശരത് പവാറിന്റെ മഹാവികാസ് അഘാഡിക്ക് 26 സീറ്റും മറ്റ് 22 സീറ്റാണ് BJP മുന്നണിക്കും കൊടുക്കുന്നത്. 45% വോട്ട് ശതമാനം, 40% BJP മുന്നണിക്കും. അപ്പോൾ അവിടെ BJP എന്താണ് ചെയ്യുന്നത്? ഒരു തരത്തിൽ ഒരു സീറ്റ് പോലും മറ്റ് പ്രതിപക്ഷത്തിന് കൊടുക്കാതെ പരമാവധി കാർപ്പറ്റ് ബോംബിംഗ്, പരമാവധി സീറ്റുകൾ ജയിക്കാൻ എന്ത് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. ജയന്ത് ചൗധരിക്ക് വേണ്ടി 2 സീറ്റ്, അല്ലെങ്കിൽ നിതീഷ് കുമാറിന് വേണ്ടി ഒരു 10-15 സീറ്റ് അവിടെ ബീഹാറിൽ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ സീറ്റുകളും അവർ മാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അശോക് ചവാനെ ചാടിച്ചാൽ അവിടെ മറാഠ്വാഡ റീജിയനിൽ കോൺഗ്രസിനെ തറപറ്റിക്കാനും ഈ 26 സീറ്റുകൾ മഹാവികാസ് അഘാഡിക്ക് അത് കുറച്ചുകൊണ്ട് പരമാവധി കുറയ്ക്കാനും പറ്റും. അതാണ് BJPയുടെ സ്ട്രാറ്റജി. ഇപ്പോൾ ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്നത്.